കാട്ടാന ആക്രമണത്തിൽ നേര്യമംഗലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറയിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. ഒരു മാസമായി ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച ഒറ്റക്കൊമ്പനെ മാറ്റാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ജെയിനസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, നമുക്ക് ആ പ്രതിഷേധത്തിൽ കാണാം വലിയ ജനപങ്കാളിത്തമുണ്ട്, സ്ത്രീകളൊക്കെ സമരമുഖത്തുണ്ട്. എന്താണ് ഇവരുടെ ആവശ്യം? ആര്യ, ഒരു മാസത്തോളമായി ഒറ്റക്കൊമ്പൻ എന്നൊരു ആന ഈ മേഖലയിൽ എത്തിയിട്ട് ഏതാണ്ട് ഈ അടിമാലി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുകയും അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് നീക്കണം എന്നൊരാവശ്യം ആളുകളുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുണ്ടായില്ല. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇവിടുത്തെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നത്. ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറയ്ക്ക് സമീപം പ്രതിഷേധ മാർച്ച് നടത്തുകയും അതോടൊപ്പം തന്നെ റോഡ് ഉപരോധിക്കുകയുമാണ് ചെയ്തത്. ഏതാണ്ട് 10 മിനിറ്റോളം ഈ റോഡ് ഉപരോധിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ചേട്ടൻ ഇവിടെയുള്ള ആളാണോ? സ്ഥിരം പ്രശ്നമാണോ? തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ വനംവകുപ്പ് ഒന്നും ചെയ്തില്ല? വനംവകുപ്പ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എന്താ ഇവിടെ കൗൺസിലിന്റെ ഭാരവാഹിയാണ്. അപ്പോൾ ഒരു 3 വർഷമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ആനശല്യമുണ്ട്. അപ്പോൾ 1.5 വർഷം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും. നേരിയമംഗലം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് വളരെ ഒരു 10,000-2,000 ആൾ പങ്കെടുത്ത മാർച്ച് ഞങ്ങൾ എത്തിച്ചു. പക്ഷേ അതിനുശേഷം ഞങ്ങൾ വിവിധ മുഖ്യമന്ത്രി, വനംവകുപ്പ് മന്ത്രി, കളക്ടർ, DFO, CCF എല്ലാവർക്കും ഞങ്ങൾ ഇതിന്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ കൊടുത്തു. കൊളമാങ്കുഴി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 19, 20, 21 വാർഡിലാണ് ഈ ആനശല്യം രൂക്ഷമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം സംഘടന സമരം നടത്തിയത്. അപ്പോൾ അതിനുശേഷം അവർ നമുക്ക് DFOയുടെ ഓഫീസിൽ നമുക്ക് ഉറപ്പ് കിട്ടിയായിരുന്നു. അടുത്ത ഈ കഴിഞ്ഞ നവംബർ 30 മുമ്പ് ഞങ്ങൾക്ക് ഫെൻസിംഗ് ഇട്ട് തരാമെന്ന്. അപ്പോൾ ആ നവംബർ 30 കഴിഞ്ഞ് മഴക്കാലം ആരംഭിച്ചോട് വീണ്ടും ഈ ഒറ്റക്കൊമ്പൻ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ നമുക്ക് 3 മാസമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങാനോ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ കൃഷിയിടങ്ങൾ ഇതിന് ചക്ക, തെങ്ങ്, വാഴ ഇങ്ങനെ കൃഷി സാധനങ്ങൾ മതി. അപ്പോൾ ഈ വ്യാപകമായി നശിപ്പിക്കുകയും ഈ പ്രദേശങ്ങളിലൊന്നും പട്ടയമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾക്കൊരു അപേക്ഷ വെക്കാനോ ഇതിനൊരു കോമ്പിനേഷൻ സർക്കാർ നൽകുന്ന ഈ പൈസ മേടിക്കാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് നിങ്ങൾക്ക് രേഖകളുണ്ടെങ്കിൽ അതിന് പൈസ തരും. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടണമെങ്കിൽ ഈ സ്കൂൾ വണ്ടി വന്ന സ്ഥലത്തേക്ക് നടന്നു പോകാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് കുട്ടികൾക്ക് വരാൻ പാടില്ല. പണിക്ക് പോകുന്ന പയ്യനെയാണ് പെരുമ്പാവൂർ പെയിന്റിങ്ങിന് പോയ തൊഴിലാളിയാണ് കഴിഞ്ഞ ദിവസം ആന ആക്രമിച്ചത്. അപ്പൊ അവന് വീട്ടിൽ കഴിഞ്ഞ ദിവസം ഈ കാട്ടാനയുടെ മുന്നിൽ പെട്ടുപോയ ആളാണ് ഇദ്ദേഹം. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. സംഭവിച്ചത്? ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്കായിരുന്നു ആന ആക്രമിക്കുന്നത്. ഞാനിപ്പോ പെരുമ്പാവൂരാണ് പെയിന്റിങ്ങിന് പണി കഴിഞ്ഞിട്ട് വരുവാണ്. ഇവിടെ അടുത്തൊന്നും നമ്മൾ പണികളൊക്കെ ഇവിടെ കുറവായതുകൊണ്ട് എല്ലാവരും തന്നെ കോതമംഗലം ഏരിയയിലേക്കാണ് പണിയാൻ പോണേ. പണി കഴിഞ്ഞ് വരുമ്പോഴാണ് എനിക്ക് ഈ ആക്രമണം ഉണ്ടായത്. എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് അന്ന് എനിക്ക് ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കയറി ചെല്ലുമ്പോ തന്നെ റോഡ് സൈഡിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. ചിഹ്നം വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ആന അടുത്തേക്ക് വരുമായിരുന്നു. കാലില് പരിക്ക് പറ്റിയിട്ടുണ്ട്. മുട്ട് മടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ. മുട്ട് ചതഞ്ഞ് അവിടെ ചതവായിട്ടിരിക്കുക. നിലവിൽ ഇങ്ങനത്തെ സാഹചര്യം എനിക്കിപ്പോ ഇനി ഒരു 10-15 ദിവസത്തേക്ക് വർക്കിന് പോകാനൊന്നും കഴിയുമില്ല. എന്നാൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു തിരിഞ്ഞോട്ടൊന്നും ഉണ്ടായിട്ടുമില്ല. എന്താണ് അടുത്ത സമരമാർഗം? എന്താ ഇതിൽ അധികാരികൾ അടിയന്തരമായ നടപടി നടത്തി ഒറ്റക്കൊമ്പനെ ഇവിടുന്ന് നാട് കടത്തുകയും അതോടൊപ്പം തന്നെ ഫെൻസിങ് തീർത്ത് ഈ ആദിവാസികളുടെയും ഇവിടുത്തെ അനേകം 100 കണക്കിന് കർഷകരുടെ കോടികളുടെ നിങ്ങളിവിടെ കാണുന്ന ഏലം, അതുപോലെ തന്നെ ജാതി, കൊക്കോ തുടങ്ങിയ എല്ലാ കുരുമുളകുകളെ കാർഷിക വിളകളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോ അധികാരികൾക്കോ ഒരു 50 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഫെൻസിങ്ങിന്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ്. എന്നാൽ കൊടിയ അനാസ്ഥയാണ് ഫോറസ്റ്റ് അധികാരികളിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ആദിവാസി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ തന്നെ അനേക കുഞ്ഞുങ്ങൾ മാസങ്ങളായിട്ടുണ്ട്. അവരും ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇന്ന് താറുമാറായി കിടക്കുകയാണ്. അനേകർ ഉറക്കമളച്ച് കെട്ടിടങ്ങളുടെ മുകളിലും മരക്കൊമ്പുകളിലും ഒക്കെ അന്തി ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ആയതുകൊണ്ട് സത്വരമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സമരത്തിന്റെ 2ാം ഘട്ടമായിട്ട് DFO ഓഫീസ് ഉപരോധം ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് അധികാരികൾ സത്വരമായി കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം
ഈ പ്രശ്നത്തിന്മേൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. ഇത് ജനങ്ങളുടെ സങ്കടമാണ്, വേദനയാണ്. ഇവർ ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഇവിടെ പാവപ്പെട്ട കർഷകർ കഷ്ടപ്പെട്ട് ഉയർത്തിയതായിരിക്കുന്ന തെങ്ങ് വർഷങ്ങളായി നട്ടുപിടിപ്പിച്ചതാണ്. അത് ഒരു രാത്രി കൊണ്ട് അത് നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ അവരുടേതായിരിക്കുന്ന എല്ലാ കാർഷിക വിളവുകളും സാമ്പത്തിക വ്യവസ്ഥ അവര് ഒത്തിരി ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം തുടരെ ഉണ്ടാകുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായി സഹകരിക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയും അധികാരം ശ്രദ്ധ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കാഞ്ഞിരവേലി മുതൽ കുളമാങ്കുഴി വരെ ഏതാണ്ട് 6 കിലോമീറ്റർ നീളത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കണം എന്നുള്ളതാണ്.